ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ചേച്ചിമാർ ഭയങ്കര ഫെമിനിസ്റ്റുകളാണ് എന്ന് സ്വയം വിചാരിക്കുന്ന കുറച്ച് ചേച്ചിമാരുടെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ചില ചേച്ചിമാർക്കൊക്കെ, ചേച്ചിമാരാണ് അനിയത്തിമാരാണ്, ആരോ ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഞങ്ങൾ ഭയങ്കര ഫെമിനിസ്റ്റുകളാണ്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെയാണ് ഇവർ വിചാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്ന ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവരെ ഒരു എന്താ പറയുക, ഒരു സമത്വം മീൻസ് ഫിനാൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ആൻഡ് ഇതെല്ലാം സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീ സുരക്ഷ. ഇതാണ് സ്ത്രീ സാമൂഹിക സുരക്ഷ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ മീൻസ് ഒരുപാട് സ്ത്രീകൾ, നിരാലംബരായ സ്ത്രീകളുണ്ട്. പുരുഷന്മാരെ ഹസ്ബൻഡൊക്കെ മരിച്ചു പോയവർ, ഭർത്താവില്ലാത്തവർ, കുഞ്ഞു പെൺകുട്ടികളെയൊക്കെ കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, വീടുകൾ സ്വന്തമായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ത്രീ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും അവർക്കൊരു കൈത്തൊഴിൽ കൊടുക്കുക. അങ്ങനെയുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള സഹായം കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഫെമിനിസ്റ്റുകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഫെമിനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എന്ത് തെറ്റ് ചെയ്താലും പെണ്ണുങ്ങളുടെ തെറ്റുകളെല്ലാം മൂടി വെച്ചുകൊണ്ട് അതെല്ലാം പുരുഷന്മാരുടെ തലയിലോട്ട് കയറുന്ന സ്ത്രീകളല്ല ഫെമിനിസ്റ്റുകൾ. അപ്പോൾ ചേച്ചിമാർക്കും കുറച്ച് അനിയത്തിമാർക്കും ഒക്കെ തോന്നലുണ്ട് ഫെമിനിസം എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾ, പെണ്ണുങ്ങൾ ഞങ്ങളെല്ലാമാണ്, പെണ്ണുങ്ങളുടെ സമത്വം, പെണ്ണുങ്ങൾ ആണുങ്ങൾ ഇവനെല്ലാം നമ്മളെ നശിപ്പിക്കാൻ വരുവാണ്, അങ്ങനെയൊക്കെയുള്ള തോന്നലാണ്. അപ്പം പുരുഷന്മാരെ അടിച്ചമർത്തുന്നവരാണ് ഫെമിനിസ്റ്റുകൾ അല്ലെ ഫെമിനിസം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ 10, 23, 24 വർഷം മുമ്പ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു നമ്മൾ തമ്മിൽ എന്നൊരു പ്രോഗ്രാം ഏഷ്യാനിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു റീക്രിയേറ്റ് ചെയ്ത് അവരിപ്പം 24-നകത്ത് തമ്മിൽ എന്നൊരു പ്രോഗ്രാം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് കുറച്ച് സ്ത്രീകൾ, നമ്മുടെ ഷിംജിത മുസ്തഫ, ഇപ്പോൾ ഒരു ദീപകിൻ്റെ പ്രശ്നവുമായിട്ട് ജയിലിൽ കിടക്കുന്ന ഷിംജിത മുസ്തഫ, ഈ ഷിംജിത മുസ്തഫയുടെ കാര്യമായിരുന്നു അന്നത്തെ ആ ഒരു ഇത്. അപ്പം ദീപകിൻ്റെ അമ്മയൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു മീറ്റു ആരോപണത്തിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ കാര്യം പറഞ്ഞു. അതിനകത്ത് രാഹുൽ ഈശ്വരൻ പറഞ്ഞ ഒരു കാര്യം, ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ 2023 BNS നിയമസംഹിതയിൽ പ്രധാനമായിട്ട് റേപ്പിൻ്റെ കാര്യങ്ങൾ ആ ഒരു സെക്ഷൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഡൗട്ട്ഫുൾ, താമസിച്ചുള്ള പരാതികൾ എപ്പോഴും ഡൗട്ട്ഫുൾ ആയിരിക്കും എന്ന്, അല്ലേ, സംശയാതീതമായിരിക്കും. സംശയത്തിന് അതീതമല്ല, സംശയകരമായിരിക്കും എന്നുള്ളതാണ്. മീൻസ് ഡൗട്ട്ഫുൾ ആയിരിക്കും കുറച്ചേ നാളുകൾക്ക് ശേഷം. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ വന്നു, 48 വർഷത്തിന് മുൻപ് മീറ്റു ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ അവർ മീറ്റു ആരോപണം ഉന്നയിച്ച് ഇപ്പോഴെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക? 48 വർഷത്തിന് മുന്നേ ഒരു മീറ്റു, എനിക്കും അങ്ങനെ അനുഭവിച്ചു മീറ്റു എന്നുള്ളൊരു ആരോപണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മീറ്റു എന്ന് പറഞ്ഞൊരു സംഭവം വന്നല്ലോ. അപ്പോൾ അത് ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഒരു പുരുഷന് എങ്ങനെയാണ് അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു രാഹുൽ ഈശ്വർ ചോദിച്ചത്. പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ അതിനകത്തൊരു സൈക്കോളജി ഒരു സ്ത്രീ, ഒരു ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിചാരിക്കുന്ന സ്ത്രീയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ സംസാര ഭാഷയിൽ നിന്ന്, അവരുടെ ആ ഒരു എന്താ പറയുക, ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം അവരൊരു ഫെമിനിസ്റ്റ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 48 വർഷത്തിന് മുൻപ് മീറ്റു ആരോപണം, എനിക്ക് 5 വയസ്സുള്ള, എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല നേരത്തെ? അപ്പോൾ ഇതിന് ടൈം ഷെഡ്യൂൾ ഉണ്ടാവണം എന്നുള്ളതാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് 5 വയസ്സുള്ളപ്പോൾ, എനിക്ക് 5 വയസ്സപ്പോൾ ഞാൻ ഒരു ലൈംഗിക പീഡനത്തിന് ഇരയാവുമ്പോൾ എനിക്ക് അപ്പോഴും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു 48 വർഷത്തിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് റിയലൈസ് ആയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഒരു ചൊല്ലി ഒരേറൊരു സ്ത്രീ ഉണ്ടല്ലോ, ശ്രീലക്ഷ്മി അറയ്ക്ക് എന്ന് പറയുന്നത്, ഇവരെല്ലാം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി, ഇവരൊക്കെ ഏത് രീതിയിലാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നതെന്ന് നമുക്കറിയാം. പബ്ലിക്കിനും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന സ്ത്രീകൾ. ഇപ്പം ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷേ എന്നേക്കാൾ അറിവും വിവരവുമുള്ള, ഞാൻ വിദ്യാഭ്യാസം ചെയ്തു, ഞാൻ ഡിഗ്രി എടുത്തു, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് ഉണ്ട്, ഞാൻ LLM കാരിയാണ് എന്നും പറഞ്ഞിട്ട് എന്നേക്കാൾ എത്രയോ കഴിവുള്ള, എത്രയോ വിവരമുള്ള സ്ത്രീകൾ നമ്മുടെ വീടുകളിൽ ഇരിപ്പുണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള വീട്ടമ്മമാർ എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്ന സ്ത്രീകളുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റീവായാലും ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ 10 പേരിലേക്ക് എത്തിയപ്പോൾ ഞാൻ വലുതായി എന്ന് ചിന്തിക്കുന്നവരാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഡയലോഗ്, ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു പീഡനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് നടക്കുമ്പോൾ അതിന് ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഓരോ സ്ത്രീകൾക്കും ഓരോ മാനസികാവസ്ഥയായിരിക്കും, അതൊക്കെ കറക്റ്റാണ്. ഓരോ സ്ത്രീകൾക്കും ഓരോ മാനസികാവസ്ഥയാണ്. പക്ഷേ
നമുക്ക് ഞാനൊരു സെക്ഷൽ അബ്യൂസിന് എനിക്ക് നേരിട്ടെങ്കിൽ ഞാൻ അപ്പോഴും പറയണ്ട, ഒരു ദിവസം 2 ദിവസം, ഒരാഴ്ച, 10 ദിവസം, 1 മാസം, പൊട്ടെ 3 മാസത്തിനെങ്കിലും നമ്മൾ അതിൽ നിന്ന് റിക്കവറായി നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവർക്കെതിരെ പരാതിപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഒരു കേസ് നിലനിൽക്കുന്നത്? ആ കേസിന് എന്ത് വാലിഡിറ്റി, നമ്മുടെ വാലിഡിറ്റി, ഒരു കേസിന് എന്തിനായാലും നമ്മളൊരു പരാതി ഉന്നയിച്ചാലും അതിനൊരു വാലിഡായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ വേണമെന്നുള്ളത് രാഹുൽ ഈശ്വരൻ പറഞ്ഞ കറക്റ്റാണ്. 5 വയസ്സിൽ അവർ അബ്യൂസ് നേരിട്ട്, അവർക്ക് എന്താണ് അബ്യൂസ് എന്ന് അറിയത്തില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അവർ അബ്യൂസ് നേരിട്ടെങ്കിൽ 48 വർഷത്തിന് ശേഷമാണ് അവർക്ക് വിവരം ബോധിച്ചത്. 5 വയസ്സുള്ള ഒരു വ്യക്തിക്ക് അബ്യൂസ് നേരിട്ടെങ്കിൽ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് കഴിയുമ്പോഴും ആ സ്ത്രീക്ക് മനസ്സിലാവും ഇതൊരു അബ്യൂസ് ആയിരുന്നു, ഒരു പുരുഷൻ അനാവശ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് അബ്യൂസ് ആയിരുന്നു എന്ന് ചിന്തിക്കാൻ ഒരു 15 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി കഴിയും. പോട്ടെ 20 വയസ്സ് കഴിയുമ്പോൾ ആവുമല്ലോ, ഇച്ചിരിയോട് വലുതാകുമ്പോൾ അമ്മ, അല്ലെങ്കിൽ 5 വയസ്സിൽ അബ്യൂസ് നേരിട്ട ഒരു കുട്ടിക്ക് ഓടി വന്ന അമ്മയോട് പറയാമല്ലോ, ആ ചേട്ടൻ അല്ലെങ്കിൽ ആ മാമൻ അങ്ങനെ എന്നെ ചെയ്തു എന്ന് പറയാമല്ലോ. പോട്ടെ, അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഒരു 7 വയസ്സുള്ള ഒരു കുട്ടി, പോക്സോ കേസിൻ്റെ ഒരു അമ്മ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. 7 വയസ്സിൽ അബ്യൂസ് നേരിട്ട് അവർ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ ഒരു 5 വർഷത്തോളമായി കേസ് ഒന്നും ആവാതെ കിടക്കുന്നത്. ഇങ്ങനെ ട്രയൽ നടക്കുവാണ്. കാരണം കേസുകളുടെ കാര്യം അന്നെങ്ങനെയാണല്ലോ നമ്മുടെ കോടതികളിലും, നമ്മുടെ നിയമസംഹിത അങ്ങനെയാണ്. കുറേ താമസമുണ്ട്, എല്ലാത്തിനും കുറച്ച് താമസങ്ങളുണ്ട്. അപ്പം അത് 13 വയസ്സ്, മോൾക്ക് ഇപ്പം 7 വയസ്സിലായിരുന്നു, 5 വർഷം 12 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിനെ എല്ലാം അറിയാം, കുഞ്ഞിന് പേടിയാണ്, കുഞ്ഞിനിപ്പോൾ കോടതിയിൽ വരാനും എല്ലാം പേടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ വിളിച്ചു. പക്ഷേ അപ്പോൾ 7 വയസ്സുള്ള കുഞ്ഞ് കുറച്ച് ദിവസം 2-3 ദിവസം തന്നെ അമ്മയോട് പറഞ്ഞു, അപ്പം വേദന എടുക്കുന്നതും ഇന്ന സംഭവിച്ചു എന്നും പറഞ്ഞതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തത്. അപ്പം നമുക്ക് 48 വർഷം ഇതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ത്രീ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. 5 വയസ്സിൽ നടന്ന അബ്യൂസിന് 48 വർഷം കഴിഞ്ഞിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത കാര്യമാണ്. പിന്നെ അപ്പോഴ് ശ്രീലക്ഷ്മി അറക്കൽ എന്തോ പറഞ്ഞ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം അനുസരിച്ച് നമുക്ക് അപ്പോഴും പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അപ്പോഴും പ്രതികരിക്കാൻ നമുക്ക് എപ്പോഴാണോ പ്രതികരിക്കാൻ കഴിയുന്നത്, എത്രയും പെട്ടെന്ന്, ആസ് ഏർലി ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന് അത് പ്രതികരിച്ചിട്ട് അവർക്കെതിരെ നിയമ നടപടികളോ അവർക്കെതിരെ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ പാരൻസിനോട് പറയുകയോ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും അടുത്ത നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന അവരോട് പറയുകയോ ചെയ്യാവുന്ന കാര്യമാണ്. അതിന് ഈ വർഷങ്ങൾ നീണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ദീപക് മരിച്ച കാര്യം ഷിംജിത മുസ്തഫയുടെ ആ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ തീർച്ചയായിട്ടും ഇത് പർപ്പസ്ഫുള്ളി കണ്ടന്റിന് വേണ്ടി അവർ കാറിൽ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പം ഞാൻ കാറിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ പർപ്പസ്ഫുള്ളി എൻ്റെ ഫോണും ഒക്കെ എടുത്ത് ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഞാനൊരു ബസ്സിൽ കയറുമ്പോൾ ആ ഒരു കണ്ടന്റ്, പ്രത്യേകിച്ച് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോണും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്യുന്നതാണെന്ന് നമുക്ക് ബോധ്യമാവും. ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് കറക്റ്റായിട്ട് അവരുടെ വിഷ്വൽസ് അവർ ആഗ്രഹിച്ച പോലെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ഇപ്പുറത്ത് പിടിച്ചു. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പം നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് പോകും. നമ്മുടെ ആക്സിലേറ്റർ അവർ പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ, അത് ഏത് വണ്ടിയായാലും വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്കായും. ഇത് സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണ്. നമ്മൾ എത്ര പിടിച്ചാലും ബാക്കിലേക്ക് വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുമ്പോൾ ബാക്കിലേക്കും, വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കും പോവുക എന്നുള്ളത് അത് ഒരു നാച്ചുറലാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് പോകുന്ന ആൾ പെട്ടെന്ന് ബാക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്ത് അത് നെഞ്ചത്ത് തന്നെ തട്ടണമെന്നോ വേറെ എവിടെയെങ്കിലും തട്ടണോ എന്നില്ല. ഈ സ്ത്രീ സ്വന്തം മാറിടം ഇങ്ങനെ തള്ളിപ്പിടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തട്ടുന്ന. അതിൽ മാക്സിമം തട്ടാതിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് അയാൾ തട്ടുന്നുണ്ട്. അത് മനഃപൂർവ്വമാണോ മനഃപൂർവ്വം അല്ലേ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷേ നമുക്ക് തോന്നിയ കാര്യം, ഞാനൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് പർപ്പസ്ഫുള്ളി തട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നെ മുട്ടിക്കോ എന്ന് പറഞ്ഞ് മുട്ടിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ പോലീസ് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് അവരാഗ്രഹിച്ച കണക്ക് വിഷ്വൽസ് കിട്ടാതെ അവർ ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് അവർ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും മോശമായിട്ട് സ്പർശിച്ചു എന്ന് തോന്നി നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് എന്നെങ്കിലും പറയും. നമ്മൾ ഇപ്പോൾ ഇതുവരെ എഡിറ്റ് ചെയ്ത് വളരെ സ്ലോ മോഷനിൽ ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡിൻ്റെയൊക്കെ കാര്യമുള്ളൂ. അതാണ് ഈ തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വീഡിയോ ആയിട്ട് അയാളുടെ ഫേസും കൂടി വെച്ചപ്പോൾ അയാൾ അപമാനിതനായി. പക്ഷേ അതൊരു റീസൺ ഒരിക്കലും അയാൾ മരിക്കാൻ അത് 100% റീസൺ ആയോ എന്ന് ചോദിച്ചാൽ അതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 100% അതുകൊണ്ട് ഒരു പുരുഷനും മരിക്കാൻ പാടില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്ക് തോന്നി പിണങ്ങിയൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാ മാനസിക സമ്മർദ്ദത്തിനുമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കും അയാൾ ചിലപ്പോൾ മരണം തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ മനക്കെട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം,
നിങ്ങൾ എപ്പോഴും ചിന്തിക്കാനുള്ള കാര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാനുള്ള കാര്യം, നിങ്ങൾ അപ്പോൾ തന്നെ ആ വീഡിയോയുടെ ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ പറയണം, ആ വീഡിയോയിലെ പുരുഷൻ ഞാനാണ്, ആ പുരുഷൻ ഞാനാണ്, ഇതാണ് സംഭവിച്ചത്, എന്നെ മനഃപൂർവ്വം എന്നെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി, എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീ എടുത്ത വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ തിരിച്ചുവിടാം. നിങ്ങൾക്കല്ലേ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം വീഡിയോയുടെ ശകലങ്ങൾ. അപ്പോൾ ഇപ്പോൾ ബസ്സുകളിലെല്ലാം പഴയ കണക്കല്ല, CCTV ക്യാമറാസ് ഉണ്ട്, അപ്പോൾ അതെല്ലാം വിഷ്വൽസ് അല്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഒരാൾ വീഡിയോ ഇട്ടു എന്ന് കരുതി നമ്മുടെ ജീവിതവും നമ്മുടെ ജന്മവും നമ്മുടെ ലൈഫും ഒന്നും നശിക്കത്തില്ല. കാരണം നമ്മൾ എല്ലാത്തിനെതിരെയും നമ്മൾക്ക് നാളെ എന്തും വരാം. ആർക്കെതിരെയും എപ്പോഴും പരാതി കൊടുക്കാൻ കഴിയുന്ന ലോകമാണിത്. പിന്നെ സ്ത്രീകൾ, ഞാൻ നേരത്തെ പറയണത് ഫെമിനിസം, ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഫെമിനിസം എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ, അവരുടെ ഒരുപാട് സ്ത്രീകൾ ഇവിടെ, ഒരുപാട് വീട്ടമ്മമാർ, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർ, ഭർത്താവ് മരിച്ചവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ, ടാർപ്പ കെട്ടി സൈഡിൽ റോഡരികിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചോറ് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് റോഡിലരികിൽ 10 ഊണ് വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്, ബിരിയാണി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദമുയർത്തും. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ സർക്കാരിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതൊക്കെയാണ് സ്ത്രീകളുടെ സ്ത്രീക്ഷേമം എന്ന്, സ്ത്രീകളുടെ എന്താ പറയുന്നത്, സാമൂഹ്യ ക്ഷേമം എന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. ആ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതാണ് ഫെമിനിസം. സ്ത്രീകൾക്ക് എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ, നടപടികൾക്ക് വിധേയരാകുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ, നിയമ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. ഇതേപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അസുഖങ്ങൾ ബാധിതരായിട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള രോഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അവർക്ക് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കും. അല്ലാണ്ട് ഇങ്ങനെയുള്ള ഒരു എല്ലാ പുരുഷന്മാരെ ശത്രുക്കളായിട്ട് വിചാരിച്ചു പുരുഷനാണ് എല്ലാത്തിനും കുഴപ്പക്കാരി എന്ന് വിചാരിക്കാതെ. പക്ഷെ പുരുഷന്മാർ കുഴപ്പക്കാരല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു 70 വയസ്സിന് മേലുള്ള ഹൈ പ്രൊഫൈൽ DP നിങ്ങൾ ആരും വിശ്വസിക്കുക പോലും ചെയ്യില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ പേരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ പോലും നമ്മൾ വിചാരിക്കണം ഇവരൊക്കെ നമുക്ക് ഗുരുനാഥന്മാരെ പോലെയാണ്, ഇവരെല്ലാം നമുക്ക് ഭയങ്കര പിതാമഹന്മാരെ പോലെയാണ്, ഇത്രയും വയസ്സുള്ള എല്ലാവരും. കാരണം എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ, 20-25 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ. അവരൊക്കെ വളരെ പക്ക പെണ്ണുപിടിയന്മാരാണ്. കാരണം ഇവരെ ഒന്നും ഒരിക്കലും ആർക്കും മനസ്സിലാവത്തില്ല. ഇവരൊക്കെ പെണ്ണുപിടിയന്മാരാന്ന് വിശ്വസിക്കാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊക്കെ പക്ക പെണ്ണുപിടിയന്മാരാണ്. ഇവരെ കൂടെ ഒട്ടി നിൽക്കുന്ന ആൾക്കാർക്ക്, ഇവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 10 പേര് അറിയുന്ന ആൾക്കാരാവും എന്നുള്ളതാണ്. ഇന്ന ആളിൻ്റെ ആളാണ് എന്നൊക്കെ അറിയിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ബൗണ്ടറി, ഇപ്പം ഞാനായാലും അങ്ങനെയുള്ള വ്യക്തികളെ പരിചയപ്പെട്ടാൽ നമുക്കൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമുക്ക് കടപ്പിക്കാൻ അല്ലെങ്കിൽ കടത്തിവിടാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങ് മാറും. അപ്പം ഞാനൊരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഞാനത് ഇത്രയും വിദ്യാഭ്യാസവും ഒരു പ്രൊഫഷനും അത്യാവശ്യം അഭിനയിക്കാൻ കഴിവും ഒക്കെ ഉള്ള ആളായിട്ട് പോലും നമ്മൾ എന്തുകൊണ്ടാണ് 10 പേരിലേക്ക് അല്ലെങ്കിൽ നല്ലോണം സംസാരിക്കാൻ അറിയുന്ന ഒരാളായിട്ട് പോലും നമുക്ക് എന്തുകൊണ്ടാണ് 10 പേരിലേക്ക് എത്താൻ പറ്റാത്തത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ബൗണ്ടറി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബൗണ്ടറിക്കുള്ളിലേക്ക് നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടത്തിവിടാത്തത് കൊണ്ടാണ് നമുക്ക് ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. തീർച്ചയായിട്ടും അതെനിക്ക് ഓപ്പണായിട്ട് തന്നെ പറയാൻ പറ്റും. അങ്ങനെ എത്തിച്ചേരുന്ന ആൾക്കാരൊക്കെ പല രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഹൈ പ്രൊഫൈൽ DP ഉള്ള വലിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെട്ടിട്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ചെല്ലാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവരിട്ട് വരുത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ 10 പേരിലേക്ക് അല്ലെങ്കിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു 1000 പേരിലേക്ക് എത്താതെ നമ്മൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവ് ഉണ്ടായിട്ട് പോലും നമ്മൾ 10 പേരിൽ മാത്രം ഒതുങ്ങി പോകുന്നതിൻ്റെ റീസണും അതാണ്. അപ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന കുറച്ച് ആൾക്കാരോട് പറയാനുള്ളത്, ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ക്ഷേമമായിരിക്കണം, സ്ത്രീകളുടെ വെൽഫെയർ ആയിരിക്കണം, അവരുടെ സുരക്ഷയായിരിക്കണം. അല്ലാണ്ട് ഘോരം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയാണ്, പുരുഷന്മാരെല്ലാം പീഡകരാണ് എന്ന് പറയുന്നതല്ല. കാരണം ഒരു സ്ത്രീയും പുരുഷനും കൂടി ഒരുമിച്ച് പീഡനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരാളിനെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ
വെച്ചിരിക്കുന്ന ബൗണ്ടറിയിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് അതിക്രമിച്ച് കടന്ന് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നോ പറയാൻ കഴിയണം. നമ്മൾ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യണം, അവരെ അവിടെ നിന്ന് അടിച്ചു പുറത്ത് വിടണം. അല്ലെങ്കിൽ അവരെ നമ്മൾ സമ്മതിച്ച് നമ്മുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് കടത്തിയിട്ട് അവരെ കെട്ടിപ്പിടിക്കാനും അവർക്ക് ഇരുന്ന് കൊടുക്കാനും ഒക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളതും ഒക്കെ സംഭവിക്കും. ഒരു റിനി ജോർജ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഇത് കണ്ടു ഞാൻ. നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുന്നത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ അങ്ങേയറ്റം പോയി കിസ് ചെയ്യാനും ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാണമില്ലല്ലോ, നാണം എന്ന് പറയാം, നാണവും മാനവും ഉളുപ്പും ഇല്ലല്ലോ എന്ന് എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റും. നമ്മളൊരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് ഒരു പുരുഷനെ ക്ഷണിക്കുന്ന പാട്ടുപാടി ഇരുന്ന് കളിക്കാനാണ്, അല്ല പാട്ടുപാടി രസിക്കാനാണ്. ഒരു പുരുഷനെ ഒരു സ്ത്രീ ഹോട്ടൽ റൂം എടുത്ത് വിളിക്കുന്നത് വേറെ വല്ല പരിപാടിക്കാന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക്, അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഉണ്ട്. റിനി ജോർജ് എന്ന് പറയുന്ന സ്ത്രീയെ. അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിന് പ്രത്യേക ഒരു മറുപടി ഒന്നും ഒരു വീഡിയോ ഇട്ട് എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ സമയം എനിക്ക് കളയാൻ. അവർക്ക് ചിലപ്പോൾ കാശുണ്ടാവും. അവർ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാഗ്രഹിക്കുന്ന രീതിയിലല്ല മറ്റവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെത്തിയപ്പോൾ അവരും അത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇവർക്കൊക്കെ പ്രശസ്തിയും പണവും എല്ലാം കിട്ടുക. നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശസ്തി നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ 10 പേരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഫെമിനിസ്റ്റുകളെല്ലാം ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. എന്താണ് ഫെമിനിസം എന്ന് ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ഫെമിനിസ്റ്റുകളാവും. അപ്പോൾ നമുക്ക് അടുത്ത ശിവൻകുട്ടി ചേട്ടൻ്റെ ഒരു വീഡിയോ ഇട്ട് വരാം.